ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുക്കിംഗ് റേഞ്ചിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോ ആണ്. ലൈവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും കുറച്ച് അധികം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കുക്കിംഗ് റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ലൈവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കത്തിച്ച് കാണിച്ചിട്ട് അതിനകത്ത് നമ്മൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ കുക്കിംഗ്, അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടിയാണ്. ചിലപ്പോൾ കുറച്ചൊന്ന് ടൈമൊന്ന് ലാപ്പ് കയറി പോകും. ദയവായി ക്ഷമിക്കുക, ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്നിട്ടൊന്ന് അഭിപ്രായം പറയുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഏത് കുക്കിംഗ് റേഞ്ച് ആയാലും എന്തായാലും നമ്മൾ ഇതുപോലത്തെ ഒരു പുതിയൊരു ട്യൂബ് വാങ്ങിക്കുക. പുതിയൊരു ട്യൂബ് വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മൗത്തിൽ കയറുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പുതിയ ട്യൂബ് വാങ്ങിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ ഉണ്ടാവും. ഈ ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ഗ്യാസ് ട്യൂബ് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ട്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഊതണം. ഊതി ഇതിൻ്റെ അകത്തുള്ള പൊടി കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഇത് കണക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഭാഗം നമുക്കിവിടെ ഉണ്ട്. അത് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലിപ്പ് ഇടുക, എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കിത് സിലിണ്ടറിലോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ഇതിനകത്ത് കുക്കിംഗ് റേഞ്ചിൽ ഏകദേശം ലോഡായിട്ടുണ്ട്. മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഗ്യാസ് ലീക്കേജ്, അടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസ് ലീക്കേജ് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഒന്ന് ഈ റെഗുലേറ്റർ മേളിലേക്ക് ഓണാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിതൊന്ന് ഫസ്റ്റ് ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഓൺ ചെയ്യും. അപ്പോൾ ആ ഒരു എയർ പോകുന്ന സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഇതിനകത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ആ സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, നമുക്കിനി റെഡി ടു യൂസ് ആണ്. ഇപ്പോൾ ഒരു പുതിയ കുക്കിംഗ് റേഞ്ച് ആണ്, നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇതിന്റെ മേളിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ലിഡാണ്. ഈ ഒരു ലിഡ് ഗ്ലാസിൻ്റെയാണ്. നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇതിന്റെ താഴെ തെർമോക്കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ വരുന്ന ബർണർ എന്നുള്ള ഇതൊരു 3402 എന്ന് പറയുന്ന ഒരു മോഡലുള്ള കുക്കിംഗ് റേഞ്ച് ആണ്, ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് വലിയ ബർണർ കാര്യങ്ങളൊന്നുമില്ല. ഒരു മിനി സ്മോൾ ബർണർ ഉണ്ട്, ഒരു മീഡിയം ബർണർ 2 ഉണ്ട്, ഒരു എക്സ്ട്രാ ലാർജ് ബർണറുണ്ട്. ഇങ്ങനത്തെ 4 ബർണറാണ് നമുക്ക് ഇതിനകത്ത് കോൺഫിഗറേഷനിൽ വരുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു കുക്കിംഗ് റേഞ്ച് കൊണ്ടിട്ട് മുകളിൽ കുക്ക് ചെയ്യാം, അതേപോലെ തന്നെ താഴത്ത് ബേക്കിങ്ങോ ഗ്രില്ലിങ്ങോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതാണ് നമ്മൾ ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാക്കാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് നമ്മൾ അത് ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു ഡിപ് ട്രേ ആണ്. ഡിപ് ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മേളിൽ വെക്കുന്ന ഇപ്പോൾ ബേക്കിംഗ് ചെയ്യുന്നതോ അല്ല, ഇതെന്ന് പറഞ്ഞ ഡിപ് ട്രേ ആണ്. ഇവിടെ വെക്കുന്ന ചിക്കൻ അതിൻ്റെ ഓയിലും മറ്റുള്ള കണ്ടന്റുകളും മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ് ട്രേ ഉള്ളത്. നമുക്കിതിനകത്ത് 2 ബട്ടണാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഒരെണ്ണം ഇതിന്റെ ലൈറ്റ്, ഇതിന്റെ അകത്തേക്കുള്ള ലൈറ്റ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് നെക്കുമ്പോൾ ഒരു സ്പാർക്കിങ് വരാൻ വേണ്ടിയിട്ട്, അതായത് മേളത്തെ 4 ബർണറിലും താഴെയുള്ള ഈ ഓവൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടും മുകളിലത്തെ ഗ്രില്ല് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പാർക്കിങ്. നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചൊന്നും കത്തിക്കേണ്ട, സ്പാർക്കിംഗ് ആയിട്ട് വരുന്നത്. നമ്മൾ മേളിലത്തെ അടുപ്പൊന്ന് കത്തിച്ച് കാണിക്കാം. ഇത് ലെഫ്റ്റിലേക്ക് ഇങ്ങ് തിരിച്ചു കണ്ട, മേളിലത്തെ അടുപ്പ് ആ സൈഡിലൊക്കെ കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കത്തിയിട്ടുണ്ട്, മൂന്നാമത്തെ കത്തിയിട്ടുണ്ട്,
നാലാമത്തെ കത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 4 കോമ്പിനേഷനിൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് സിമ്മാക്കാം, കറക്റ്റായിട്ട് കുക്ക് ചെയ്യാം. 4 പാത്രങ്ങൾ നമുക്ക് വെക്കാം, 4 സൈസിലുള്ള പാത്രങ്ങൾ വെക്കാം. അപ്പം നമുക്ക് തൽക്കാലം ഒരു പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ അടുത്തൊരു പാത്രം കൂടി നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ 2 സൈസിൽ നമ്മൾ ഇപ്പോൾ പാത്രം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഓഫ് ചെയ്ത് കളയാം. ഇത് നമുക്ക് കത്തിക്കണമെന്നില്ല, ഏറ്റവും ബാക്കിൽ നമ്മൾ കത്തിക്കണമെന്നില്ല, ഏറ്റവും ബാക്കിൽ നമ്മൾ ഓഫ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ സിമ്മായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ഇപ്പോൾ ഒരേ സമയം കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. ഇപ്പം നമ്മൾ താഴെ 2 ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഗ്രില്ല് ഉപയോഗിക്കാനും ബേക്കിംഗ് ചെയ്യാനും. ഇപ്പം നമുക്ക് ബേക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് താഴെ നിന്നുള്ള ഫ്ലെയിം നമുക്ക് ഓണാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ചിൽ ബട്ടണിൽ നിൽക്കുക. ഇവിടെ ഈ ഒരു നോബ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടെമ്പറേച്ചർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പുറത്തെ നോബ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. നമുക്ക് എത്ര മിനിറ്റ് ടൈം നമുക്കൊരു മെക്കാനിക്കൽ ടൈമറാണിത്. ഇത് അലാറം പോലെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ലെഫ്റ്റ് നെക്കി പിടിക്കുക. അതായത് ഇതിനകത്ത് ഈ 2ലും താഴെയും മേളിലും FFD ഫീച്ചറുകളാണ്. അതായത് FFD എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ്. അതെന്തിനാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ കെട്ടുപോയി കഴിഞ്ഞാൽ ഗ്യാസ് ഇതിനകത്ത് ഫോം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സേഫ്റ്റി ഫീച്ചർ ഇതിനകത്ത് ഉള്ളത്. അപ്പം നമുക്കിത് നേരെ നെക്കി പിടിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് ഇവിടെ നെക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്ലെയിം കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ താഴെ ഫ്ലെയിം വന്നിട്ടുണ്ട്. അത് ഒരു 10 സെക്കൻഡ് നമ്മൾ ഈ നോബ് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ആ FFD സെൻസർ ഒന്ന് ഹീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കൈവിടാം. ഇവിടെ ഫ്ലെയിം കറക്റ്റായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ താഴെ നിന്ന് കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് പുക വരുന്നതുകൊണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് അസംബിൾ ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പം എന്തെങ്കിലും ഓയിൽ കണ്ടൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അത് ബേണായി പോകുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓഫ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് കറണ്ട് ഇല്ല. ഇപ്പം കറണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ സെയിം പരിപാടി തന്നെ നമുക്കിപ്പം കറണ്ട് പോയ സമയത്താണ് നമുക്കിത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സിഗരറ്റ് ലൈറ്ററോ അല്ലെങ്കിൽ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററോ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നെക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു സൈഡിൽ കാണിച്ചാൽ മതി. ഇപ്പം ഓവൻ ഉപയോഗിക്കുന്ന ആ ഒരു ബർണറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബർണർ കത്തിയിട്ട് ഈ ഒരു ഷീൽഡ്, അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിനകത്തേക്കാണ് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലെയിമും ചൂടൊക്കെ നേരെ മേളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലെയിം മിക്കവാറും ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചിലപ്പോൾ കത്തുന്നത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം കാണുന്നില്ലേ, അത് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് കെട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FFD അതിനകത്ത് ഉള്ളതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് ഓട്ടോമാറ്റിക് വെച്ച് വർക്ക് ചെയ്യിച്ചു. ഇതൊരു 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഹോൾഡ് ചെയ്ത് പിടിച്ച് അതിൻ്റെ ആ സെൻസർ ഹീറ്റ് ആയതിനു ശേഷം നമ്മൾ കൈയെടുക്കുന്നു. ഇതിപ്പോൾ അവിടെ ഫ്ലെയിം കത്തി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓവനിൽ മാത്രം നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം പതുക്കെ ഒന്ന് കുറയും. അതായത് ഫ്ലെയിം കെട്ടുപോകില്ല, കുറയും. ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലെയിം കൂടും, പിന്നെ തന്നെ കുറയുകയും ചെയ്യും. ഇത് ഫുള്ള് ഗ്യാസിലാണ്, താഴെയും മേളിലും വർക്ക് ചെയ്യുന്ന ഗ്യാസിൽ തന്നെയാണ്, ഇലക്ട്രിക്കൽ അല്ല. ഈ മേളിലത്തെ കോയിലും താഴത്തെ കോയിലും നമുക്ക്, അല്ലെങ്കിൽ മേളിലത്തെ ബർണറും താഴത്തെ ബർണറും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബേക്കിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളു തന്നെ പ്ലേറ്റ് ഇത് നമ്മൾ തിരിച്ച് അവിടെ തന്നെ വെക്കുവാണ്. ഇപ്പം ഈ ഒരു ഹോള് കണ്ടില്ല, ഇവിടെ ചെറിയ റൗണ്ട് ഹോൾ ഉണ്ടാവും. നമുക്ക് ലൈറ്ററോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം കറണ്ട് ഇല്ലാത്ത സമയത്ത്. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മോഡലിൽ മാത്രം നമുക്ക് റൊട്ടീസർ ഇല്ല. റൊട്ടീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ലിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന റൊട്ടീസർ ഈ ഒരു മോഡലിൽ മാത്രമില്ല. ഇതിൻ്റെ തൊട്ടു മേലുള്ള 6402 അല്ലെങ്കിൽ 9502 ഈ 2 മോഡലിൽ നമുക്ക് റൊട്ടീസർ അവൈലബിൾ ആണ്. ഇത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ താഴെ ഒരു ഡിപ് ട്രേ ഉണ്ട്. ഈ ഡിപ് ട്രേ നമ്മൾ വെക്കുവാണ്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഗ്രില്ല് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഒരു ട്രേയുടെ മുകളിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ചിക്കൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡിപ്പായിട്ട് വരുന്ന ഓയിലും മസാല കണ്ടന്റ് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വീഴും. ഇതിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഇത് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തെ കറ പോലെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലൊരു ഫോയിൽ പേപ്പർ വെക്കാം. ഫോയിൽ പേപ്പർ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വീഴുന്ന ആ ഓയിൽ ഡിപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് മടക്കിയിട്ട് നമുക്ക് കളയാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിത് മടക്കി അതങ്ങോട്ട് മാറ്റി കളയുക, എന്നിട്ട് അടുത്തത് വെക്കുക. അടുത്ത കുക്കിങ്ങിനാകുമ്പോൾ അത് വെക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലാണ്, ഈ ഒരു മെഷ് റാക്കിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിക്കനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണമെങ്കിൽ നമ്മുടെ വെക്കുന്ന ചിക്കൻ എന്തോരം ഹൈറ്റ് ഉണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. ഹൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ റാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ വെക്കുന്ന ചിക്കൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റാക്കിലാണ്. നമ്മളിപ്പോൾ ഒരു അൽഫാം പോലെ ഒരു സംഭവം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുക്കിംഗ് റേഞ്ചിൻ്റെ കൂടെ ഇങ്ങനെയൊരു ഷീറ്റ് പോലൊരു സംഭവം കാണും. ഇവിടെ ഒരു ഹീറ്റിൻ്റെ ഒരു സിമ്പലും കാണാൻ പറ്റും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് വെട്ട് ഇവിടെ 2 സ്ക്രൂ ഉണ്ടാവും. ഈ 2 സ്ക്രൂവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഇങ്ങനെ ഈ ലോക്ക് ചെയ്ത് വെക്കാനും ഈ നോബിൻ്റെ ഭാഗത്തേക്ക് ഹീറ്റ് അടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇത് ഒഴിവാക്കി മാറ്റിയിട്ട് ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ അടച്ചു വെക്കരുത്. ഈ ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ കോയിലിന് മാത്രം നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓവർ ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു ഈ ലെവലിൽ വന്ന ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ട് നിൽക്കും. ഇത്രയും ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ മതി. ഈ ഒരു സാധനം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാലും മതി, നിർബന്ധമില്ല. നമ്മൾ ബേക്കിംഗ് ചെയ്യാനായിട്ട്, അതായത് താഴെയുള്ള ബർണർ യൂസ് ചെയ്യുമ്പോൾ ബേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടച്ചു വെക്കണം. ഈ ഡോർ അടച്ച് ഫുൾ ക്ലോസ്ഡ് ആയിട്ട് വെക്കണം. കാര്യം നമുക്ക് ബേക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്താണ് അടച്ച് തന്നെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവില്ല. ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരു ചിക്കൻ ഒരെണ്ണം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം, എന്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 എണ്ണം നമ്മൾ സാധാരണ ഒരു അൽഫാം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനും 2 എണ്ണം നമ്മൾ ഈ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട്, അതായത് പൊതിഞ്ഞു വെച്ചിട്ട് നോക്കാം, ഗ്രില്ല് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഫോയിലിൽ പൊതിഞ്ഞ ചിക്കൻ വെക്കുന്നുണ്ട്. 2ആയിട്ടാണ് വെക്കുന്നത്. 2 എണ്ണം നമ്മൾ ഇപ്പുറത്തും വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചേക്കുന്ന നോർമൽ സാധാരണ ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അകത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് ഒന്ന് ചെയ്ത് നോക്കാം, എത്ര ടൈം ആകുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 1:40 ആയിട്ടുണ്ട്. നമുക്ക് എത്ര മണിക്കൂർ കൊണ്ടിട്ടാണ് നമ്മളിത് ഗ്രില്ലായി കിട്ടുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. കത്തിച്ചിട്ടുണ്ട്. നമ്മളിത് ഇതിൻ്റെ മേളിൽ ഇത് വെക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് ടൈം നമുക്ക് കൊടുക്കാം. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, മെക്കാനിക്കൽ ടൈമറാണ്, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഫ്ലെയിം ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അത് നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അതിൻ്റെ ഡ്രിപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും
അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളും ഒക്കെ ഓവർ ഫാറ്റ് ആയിട്ടുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അത് താഴത്തേക്ക് മെൽറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ 1 മണിക്കൂർ ആയിട്ട് ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ അലുമിനിയം ഫോയിൽ ഇടുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഇതിൻ്റെ താഴെ വീണിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് വീഴും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രിപ്പായിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവം ഇതിനകത്ത് ഡയറക്റ്റ് വീഴുമ്പോൾ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്കെടുത്ത് നന്നായിട്ട് എടുത്ത് കളയാം. ഓക്കെ, നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പതുക്കെ പുറത്തേക്ക് എടുത്ത് നോക്കാം. നല്ല ഹീറ്റ് ഉണ്ട്, ഏകദേശം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ടൈം നമ്മൾ 1 മണിക്കൂർ നമ്മൾ അൽഫാം എടുക്കുന്ന അതേ ഒരു സെറ്റപ്പിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 1 മണിക്കൂറാണ് കേട്ടോ, ഏകദേശം 3/4 മണിക്കൂറിന് മേളിൽ 50 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. ടൈം എടുത്തിട്ടാണ് കുക്ക് ചെയ്തേക്കണം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്താ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് പോരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇനിയും വീഡിയോകൾ, നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.